ഹായ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് മോളെ? രാവിലെ തന്നെ ഹാർബറിലേക്ക് പോവുകയാണ്. അതെ, ഈ ഉറക്കപ്പായി എണീപ്പിച്ചിട്ട് പോകുന്ന എന്താ പറഞ്ഞാല് നമ്മുടെ വീട്ടിലേക്ക് കുക്കൊക്കെ ചെയ്തിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നത്തെ ഹൗസ് വാമിംഗ് നടത്താൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഹൗസ് വാമിങ്ങിലേക്കുള്ള കുക്കിങ്ങിന് വേണ്ടി കുക്ക്, അതും കേരളത്തിലെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കുക്കാണ് നമുക്ക് വരുന്നത്. എക്സ്പെൻസീവ് കുക്ക് അല്ലെ, മീൻ എക്സ്പെൻസീവ് മേടിക്കുന്ന അതിനെക്കാട്ടിയും എക്സ്പെൻസീവ് വരുന്ന കുക്ക് അല്ലെ. അതെ, അപ്പൊ നമ്മൾ അത് മേടിക്കാൻ വേണ്ടി പോവാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാൻ പറ്റില്ലേ? റെഡി? ഇതൊക്കെ കണ്ടില്ലേ, രാവിലെ നമ്മളെ ഭായിമാരൊക്കെ പോവാണല്ലേ, പണിക്ക് പോകുന്ന ടൈമാണ്. നമ്മള് നേരത്തെ എണീച്ചിട്ടുണ്ട്, ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വാ പോവല്ലേ. ഇന്നലകള് അതെ, ഞങ്ങള് കയ്യിന്ന് പോല നല്ല അടിപൊളി പമ്പ് നമ്മള് കാണും, നിർത്തും. അല്ലേ? എന്റെ അമ്മ, രാവിലത്തെ ഒരു തിരക്കല്ലേ ഇതൊക്കെ. ഫുൾ കേറിക്കൊണ്ടിരിക്കുന്നത് അലക്സാണ്ടർ പറമ്പിത്തറ പാലം. എന്ത്? അലക്സാണ്ടർ പറമ്പിത്തറ പാലം. ഇത്ര അടിപൊളി പേരൊരു പാലത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓ ഗൈസ്, ഞങ്ങള് ഫോട്ടോച്ചിക്ക് കേട്ടോ പോകുന്നത് സാധനം എടുക്കാനും. യെസ്, അവിടേക്ക് ഉണ്ണിച്ചേട്ടൻ വരും എന്നാ പറഞ്ഞിട്ടുള്ളത്. പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ നമ്മളെ വിളിച്ചെണീപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവരെ വിളിച്ചെണീപ്പിച്ചു. ഉണ്ണിച്ചേട്ടൻ എന്നെ വിളിച്ചെണീപ്പിച്ചു, ഞാൻ ഇവരെ വിളിച്ചെണീപ്പിച്ചു. പിന്നെ ഞാന് രാവിലെ എണീറ്റ് പുറത്തൊക്കെ ഒന്ന് നടന്ന് വ്യായാമൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആളായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറിയ അങ്ങനെ പറയില്ല. ഞാൻ രാവിലെ മുതൽ വിളിയെടുക്ക അല്ലേ? ഞാൻ പറയില്ല, പാവാണ്. രാവിലെ വിളിച്ചിട്ടുണ്ട്, എപ്പോഴും വിളിക്കല്. പക്ഷെ എനിക്കിന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ഞാൻ വന്നത് അവന് എന്ത് സ്വഭാവം തരുമോ? ഞാനൊന്നുമില്ല, നീ അങ്ങനെ ഉറങ്ങണ്ടെന്ന് മനസ്സിലൊരു ഷോട്ട് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഏതറിയോ? ഇവള് കാളാഞ്ചും തൂക്കി പിടിച്ച് ഇങ്ങനെ നിക്കുന്നത്. അങ്ങനെ നീ ഇങ്ങനെ വിചാരിക്കണ്ട. എന്റെ അമ്മ പോളി, സ്കൈ ഒക്കെ ഭയങ്കര കിടലൻ. പിന്നെ അത് മാത്രല്ല, സിനുവിന് ഫോട്ടോച്ച് കാണിക്കണ്ടേ? അതിന് നീ ഉണ്ടായാലും മതിയല്ലോ, ഞാനെന്തിനാ വരുന്നത്? അങ്ങനെ ഈ ഉറങ്ങണ്ട. ഞാൻ ഇന്നലെ അറിയാണ്ട് പറഞ്ഞു ഞാൻ നേരത്തെ എണീക്കുന്നു. പക്ഷെ ഇന്നലത്തെ ഒരു ഉറക്കം എന്തൊരു സുഖമുള്ള ഉറക്കാണേ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ല. സമയത്തും കാലത്തൊക്കെ വന്നോടെ ഉണ്ട് ചേട്ടാ. ഓക്കെ, ഇതാ എത്തി നമ്മള്. കൊച്ചി മറിയത്തിന്റെ കയ്യിലാണ്. അതെ, ഇവിടത്തെ ഡോൺ. അതെ, ഇതൊക്കെ എത്ര നടന്ന് പോയിട്ടുണ്ടെന്ന് ഗൈസ്. ഇതൊക്കെ കേൾക്കേണ്ട ഒരു വിധി. ജാനുവരി 1 നമുക്ക് ഇങ്ങോട്ടല്ലേ ഇരുന്ന് പോകണ്ടേ? കുടിയല്ലോ പഠിച്ചാല് നമുക്ക് നേരെ ഇരുന്ന് പോകണ്ട്. അപ്പം അവിടുന്ന് ഇവിടെ തന്നെ എടുക്കാൻ പറ്റും. ഇവർക്ക് സിഗ്നൽ സെറ്റ് ആയി, ഇവിടെ തന്നെ എടുക്കാൻ പറ്റും. അവർക്ക് വന്നു സിഗ്നൽ, നീ രക്ഷപ്പെട്ടു. അറിയുമോ? അല്ല, വേണ്ട, ട്രോളാനല്ലേ. കൊച്ചിയല്ല, അങ്ങനെ നമ്മള് ഫോട്ടോ വെച്ച് എത്തി. ഇത് ഉണ്ണിച്ചേട്ടന്റെ വണ്ടി ഇവിടെ നിർത്തിയേക്കാം. അതാ അവിടെ നിക്കുന്നു. അപ്പൊ മീൻ വാങ്ങാൻ വേണ്ടിട്ടാണ് രാവിലത്തെ പരിപാടി. മിസ്റ്റർ കെവി സുന്ദരനല്ലേ? അപ്പൊ എന്താ പരിപാടി നമ്മള്? അതെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഷെഫ് കേട്ടോ. അസിസ്റ്റന്റും ഉണ്ട്. ഹായ്. ഹസ്ബൻഡ് അല്ല, അസിസ്റ്റന്റ്. നോക്ക്, നമുക്ക് വിദ്യാഭ്യാസം ഇത്തിരി കൂടിയതിനെ കൊണ്ട് ഞങ്ങളെ പ്രൊണൗൺസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? നിങ്ങൾ എങ്ങനെ പറയല്ലേ? അസിസ്റ്റന്റ് എന്നല്ലേ? നമ്മൾ അസിസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ റെഡി അല്ലേ ഇന്നത്തെ പരിപാടിക്ക്?
നല്ലത് അടിപൊളിയാ. ഇതിപ്പോ ഞാൻ നമ്മുടെ റെസ്റ്റോറന്റിലേക്കൊക്കെ മീൻ വാങ്ങിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ചേട്ടനാണ് അല്ലേ? ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ മീനുണ്ട്. ചെമ്പല്ലിയുണ്ട്, കാളാഞ്ചിയുണ്ട്, അമ്മൂറുണ്ട്, കരിമീനുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ഉദ്ദേശിക്കുന്ന കാളാഞ്ചി അല്ലേ? അതെ. ഇത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കിയാട്ടാ. പുള്ളി പറയണെന്ന് വെച്ചാല് കേരളത്തിൽ കാളാഞ്ചീനെ ഫേമസ് ആക്കി ഞാനാണ്. ആണല്ലേ? 3 അല്ലേ? 3 അത് മതിയാവില്ലേ? അതന്നെ അവിടെയും വാലിലും കൂടിയൊക്കെ പിടിച്ചോളൂ. ഇതാണ് നമ്മൾ ഹൗസ് വാമിങ്ങിന് ഇന്ന് വെക്കാൻ പോണത്. പിടിക്കങ്ങോട്ട്. കൈ കയറിയാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, കൈ കയറിയാലൊന്നും പ്രശ്നമില്ല. അതെ. പിടിക്ക്. പിടിക്ക്. ഇല്ല പിടിച്ചു. ഒരു കുഴപ്പമില്ല. ഇല്ല. അഞ്ഞ വാലിന്റെ അവിടെ നിന്ന് പൊക്കെ. വാലിന്റെ വാലിന്റെ അവിടെ നിന്ന് നോക്ക്. ഇങ്ങോട്ട് തിരിച്ചു പിടിക്കും. അതന്നെ. കൊള്ളാം. ഉണ്ണിച്ചേട്ടൻ ഒരു ഫോട്ടോ എടുക്കോ? ഫോട്ടോ എടുക്കാം. ഇത് കട്ട് ചെയ്യാൻ കൊടുക്കാം നമുക്ക്. ചേട്ടാ ഇത് കട്ട് ചെയ്താൽ കല്യാണമൊക്കെ കഴിഞ്ഞതാ. കല്യാണം കഴിഞ്ഞോണ്ടാണല്ലോ അവന് സൗണ്ട് ഒന്നും വരണില്ലല്ലോ. സൗണ്ടൊക്കെ ഇങ്ങോട്ട് പോയ പോലെ. ക്യാമറ വരട്ടെ. ഇതിന്റെ അകത്താണ് കട്ടിങ്. കട്ടിങ് നടക്കുന്നത് ഇതിന്റെ അകത്താണ്. ഇപ്പൊ ഇവിടെ ഒരെണ്ണം കട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് ഓൾറെഡി. കാളാഞ്ചി തന്നെ കട്ട് ചെയ്യുന്നത്. നമുക്ക് കറി പീസ് കട്ട് ചെയ്താൽ മതി ചേട്ടാ. ഉണ്ണിച്ചേട്ടൻ സ്പെഷ്യൽ കാളാഞ്ചി കറിയും അപ്പം പൊറാട്ട അത് ഇതൊക്കെ കൂടി അല്ലേ? എന്നിട്ട് ഒരു പിടി പിടിയിട്ട് നമ്മള് മീൻ മുറിക്കിടത്ത് നിക്കാണ്. അപ്പൊ ഇതാ ബാക്കിൽ കൂടെ സിപ്പ് പോകുന്ന ഇതാ ബാക്കിൽ ഇതാ ചീന വല താത്തിട്ടേക്കുന്നു. പൊന്നളിയായി കോഴിക്കോടുകാർക്ക് ഈ സിപ്പും ചീന വലയൊക്കെ. ഉണ്ണിച്ചേട്ടന്റെ അഹങ്കാരം പറഞ്ഞാലും മൂപ്പര ഷോപ്പിന്റെ മുന്നിൽ തന്നെ ചീനവല ഉണ്ടായിരുന്നു. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മീൻ വേണ്ട ടൈമിന് മൂപ്പര താത്ത പൊക്ക കപ്പല് കണ്ട കോഴിക്കോടുകാരൻ അല്ലെ? ഇതോന്ന് ഇവിടെ ഫുള്ള് കട്ടിങ് മീൻ കട്ട് ചെയ്ത് സെറ്റാക്കി ഉണ്ട് ചേട്ടൻ. ഇതിപ്പോ ഇതിന്റെ കട്ടിങ് കണ്ടാ അറിയാം അല്ലെ? റെസ്റ്റോറന്റിലേക്ക് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ്. ഇത് നമ്മുടെ മീൻ. അത് കാളാഞ്ചി തന്നെ. ചേട്ടാ പ്രത്യേകം മൊഹബത്ത് ചാലിച്ചിട്ട് വെട്ടിക്കോളി. കുറച്ചിട്ടോട്ടാ. തോന വേണ്ട, കുറച്ച് മതി. ബാക്കി നമ്മൾ ഇട്ടോണ്ട്. നോക്കി ചീനവല പൊക്കണത്. ഗൈസ് നമ്മൾ മൈക്ക് വെക്കാത്തതിനോട് ചെറിയൊരു ഇതുണ്ടാവും. അഡ്ജസ്റ്റ് മറന്നുപോയതാ അല്ലേ? അതില് മീനുണ്ടെന്ന് തോന്നുന്നുണ്ട്. നോക്കിക്ക്, കൊക്കുണ്ട്. മീനുണ്ടോന്ന് നോക്കാം നമുക്ക്. മീനുണ്ട്. പെടയുണ്ട്. ഇവർക്ക് ഇട്ടിട്ട് പിന്നെ കൊക്ക ആവശ്യത്തിലുള്ള സാധനങ്ങൾ എടുത്തിട്ട് കറക്കിയുള്ള എടുത്തിട്ടാണ് കൊടുക്കുന്നത്. വലിയ മീനൊന്നും ഇല്ല, ചെറുതായിട്ട് പെടയണുള്ളൂ. ഉണ്ണിച്ചേട്ടനും ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ കൂടി പറഞ്ഞിരുന്ന ഒരു ഭാഗത്തെ പീസ് ഉണ്ട്. ആ പീസ് എടുത്താ നല്ല രസമായിരിക്കും. ഏതായിരുന്നു ഇതിലെ കാളാഞ്ചിന്റെ വയറ്. അത് ഒരു വല്ലാത്ത വയറാണ് മക്കളെ. നമുക്ക് നോക്കാം കറി വെച്ചതിന് ശേഷം അത് തിന്നുന്ന ടൈമിൽ എനിക്ക് ഇത് കിട്ടുമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വ്ളോഗില് അത് അപ്ഡേറ്റ് ചെയ്യും. ഏത് അല്ലേ? കഴിക്കുന്ന വ്ളോഗില് ഹൗസ് വാമിംഗ് വീഡിയോയിലായിരിക്കും ഉണ്ടാവുക. ശരി ചേട്ടാ, ബൈ. ഇവിടെ നല്ലൊരു അടിപൊളി ചായ കിട്ടും. സവാള വടയും മട്ടനും ബീഫൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്. രാവിലെ തന്നെയല്ലേ ചായ കുടിച്ചിട്ട് പോവാം. യെസ്, ഞങ്ങള് വരുമ്പോഴേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉണ്ണിച്ചേട്ടന്റെ അടുത്ത് വന്നാൽ എന്താണ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. കണ്ടാ എനിക്ക് ഇന്നത്തെ ദിവസം വേറെ ലെവല്. അതെ, നമ്മള് പിടിക്ക്. ഓക്കെ അല്ലേ? എന്റെ അഭിപ്രായത്തില് ഫോട്ടോ എങ്ങനെയുണ്ട്? സിനു ആദ്യമായിട്ടല്ലേ ഫോട്ടോ? എന്ത് അത് പിന്നെ മീനുള്ള സ്ഥലമാകുമ്പോ അങ്ങനെ തന്നെ വരും. അത് നമ്മളെ പുതിയാപ്പയിലൊക്കെ പോയൊക്കെ ഉണ്ട്. ബീച്ചിലാവുമ്പോ ഇതൊക്കെ ഉണ്ടാവും. ഉണ്ണിച്ചേട്ടാ ഫോട്ടോ വെച്ച് ബീച്ച് എങ്ങനെയുണ്ട് ചോദിച്ചപ്പോ നല്ല മണ്ണമുണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ ബീച്ചുകളിൽ എവിടെ ചെന്നാലും അല്ലേ? കോഴിക്കോട് അത്രയില്ല. അതിന് നമ്മൾ ബീച്ചിൽ പോയില്ലല്ലോ. ഫിഷ് മാർക്കറ്റ് അല്ലേ? ബീച്ച് അവിടെയാണ്. തെറ്റ് പറ്റിട്ടോ. അതെ.
അപ്പൊ ബീച്ച് അവിടെ ബീച്ച് എന്ന് പറഞ്ഞാൽ നമ്മള് അല്ലേ അത് അതിന് മാത്രമല്ല നടക്കണം ഇങ്ങനെ കൊറേ നമ്മ ഇതൊക്കെ കാണാൻ നോക്ക് ആ ബിൽഡിങ്ങുകളൊക്കെ നോക്ക് കൊളോണിയൽ സ്റ്റൈൽ അല്ല കൊളോണിയൽ സ്റ്റൈൽ മടീന്നാ ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് എണീറ്റിട്ടാണ് അല്ലേ എന്താ ചെയ്യാ പിള്ളേരെ രാവിലെ എണീച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ മുന്നോട്ട് നയിക്കണം. ഇവർക്കൊന്നും അറിയൂല, പിള്ളേർക്കൊന്നും ഇതിനെ പറ്റി വലിയ ധാരണ ഒന്നുമില്ല. നമ്മൾ രാവിലെ എണീച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്തൊരു വലിയ ഉഷാറായിരിക്കും നമുക്കെന്നറിയോ. സിനു നോക്ക് ഇവിടെ വാ. കൊളോണിയൽ രീതിയിലുള്ള അതിമനോഹരമായ അമ്പനചുംബിയമായിട്ടുള്ള ബിൽഡിങ് മനസ്സിലായി. ഇതൊക്കെയാണ് ബീച്ച് കണ്ട ബീച്ച് നമ്മളെ കോഴിക്കോട് ബീച്ചും ഇല്ലേ എന്ത് അതിന് വെച്ചാലോ ഇപ്പൊ തന്നെ പൈസ എടുത്തു വെക്കൽ എവിടാന്ന് ആലോചിച്ചോണ്ടിരിക്കുക അല്ലേ. അത് കൂടിപ്പോവും. അതെ അതെ എന്തേ അത് വേറൊരു ദിവസം തന്നെ മെട്രോയിൽ കയറ്റം കൊണ്ടുപോവാം. എവിടെ ഉണ്ട് ചേട്ടാ? ഇതാണ് ഷോപ്പ്. അപ്പൊ ഇരിക്കാൻ പറ്റില്ല, നിന്ന് കഴിക്കണോ? അവിടെ ചിക്കൻ ഫ്രൈ ഒക്കെ കാണുന്നുണ്ട്. കാണുന്നുള്ളൂ. അവിടെ പോയി നോക്ക്. അവിടെ അവിടെ പൊരിച്ചു വെച്ചിട്ടുണ്ട്, നോക്കി നോക്ക്. അത് ഫിഷ് ഫ്രൈയാ, മാറിപ്പോയി. പക്ഷെ ഇതുപോലുള്ളൊരു അല്ലേ ഒരു തട്ടുകട വൈബ് ഷോപ്പ് ഇത്ര തിരക്കൊക്കെ നിന്നിട്ട് കഴിക്കണേ ബ്രേക്ക്ഫാസ്റ്റ്. യാ ഇവിടെ വന്നാൽ മതി കേട്ടോ. നല്ല കിടിലം ഫുഡാന്ന് ഉണ്ട് ചേട്ടൻ പറഞ്ഞത്. നമ്മൾ കഴിച്ചിട്ട് പറഞ്ഞുതരാം അല്ലേ ചേട്ടാ. ഇതെന്താ ചാപ്സാ സവാള വടി ചാപ്സ്. എങ്ങനെ ഉണ്ടായിരുന്നു? ரொம்ப ടേസ്റ്റ്. ബീഫിന്റെ ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ട്. ബീഫിനെക്കാട്ടും ടേസ്റ്റ് ബീഫിന്റെ ഗ്രേവി. വാസണ്ണ ഉച്ചയാകുമ്പത്തെത്തൂല. സാധനങ്ങൾ ടൂൾസ് ഒക്കെ എടുത്തു വരണം. ഉണ്ണിച്ചേട്ടനാണ് ഇന്നത്തെ ഫുൾ കൺട്രോൾ കൊടുത്തേക്കുന്ന കിച്ചണില്. സാധാരണ കാളാഞ്ചിക്ക് കിലോന് 1000 സംതിങ് എത്ര ഉണ്ടാവും? 700-800. പക്ഷെ അതിലുപരി ഞങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുക്കാണ്. ആ മീനെക്കാട്ടി എക്സ്പെൻസ് ആണ് കുക്കിന്. ലക്ഷക്കണക്കിന് വില വരുന്ന പ്രതിഫലം വാങ്ങുന്ന അതെ ലക്ഷക്കണക്കിന് പ്രതിഫലം വാങ്ങുന്ന ഒരു കുക്കാണ്. അതും നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി എക്സ്ക്ലൂസീവ് ആയിട്ട് അല്ലേ മറിയ. മിനിറ്റുകൾക്ക് ചാർജ് ചെയ്യുന്ന ആളാണ് എന്ത് നമുക്ക് കുക്കായി വരുന്നത്. അതെ 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 അറിയും അത് നമ്മള് നരി. അതെ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ പോയി കഴിഞ്ഞ് പിന്നെ ഉണ്ണിച്ചേട്ടൻ വരുന്നത് കണ്ടോളിനെ നിങ്ങള് നമ്മള് കാണിച്ചു തരാം. ഇത്തിരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഉണ്ണിച്ചേട്ടൻ ടൂൾസ് ആയിട്ട് എങ്ങനെയാ വരുന്നതെന്നുള്ളത് അല്ലേ. ഇതൊക്കെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ഇട്. വെച്ച് കണ്ട പരിചയം ഉണ്ടല്ലോ സാർ. എവിടുന്നടാ? എന്ത് ഷൂട്ടാ? ഞാനോട് പറയാറുന്നു കൊച്ചിയിൽ ഇങ്ങനെ സെലിബ്രിറ്റീസിനൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്നു. കോഴിക്കോട് പറ്റുമോ? പറ്റില്ല. ഉണ്ടായിരുന്നു ഞാനും റോഷനായിരുന്നു. ആരാ പിന്നെ ഉള്ളത്? മനസ്സിലായ? അതെ ഇപ്പൊ ഇനി കൊച്ചിയിലാണ് സെലിബ്രിറ്റി. ഒരു സെലിബ്രിറ്റി കണ്ടില്ലേ? സെലിബ്രിറ്റി കൂട്ടമാണ് ഇല്ലേ മറിയ? സെലിബ്രിറ്റി കൂട്ടം എവിടെ തിരിഞ്ഞാലും അതാണ് മറിയ. തള്ളിത്തിരി കുറയ്ക്ക. എന്റെ വണ്ടി തള്ളാൻ വേറൊരു തെണ്ടിയുടെ സഹായം വേണ്ട, ഞാൻ തന്നെ മതി. ബാഗ് എത്തിക്കോളാം. ടൂൾസ് എടുത്തിട്ട് വീട്ടിൽ പോയി കുളിച്ച് മാറ്റാൻ സാധനം എടുക്കാൻ പോരാ. ഓക്കെ. എന്ത് മീനോ? മീൻ മണക്കുണ്ട്. അപ്പൊ ഗൈസ് നമ്മളിതാ ഫോർട്ട് കൊച്ചി വിടാൻ പോവുകയാണ്. ഈ ഫുഡ് സ്ട്രീറ്റ് ബിൽഡിങ്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് ഗൈസ്. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാട്ടോ. കാരണം ഒരു തായ്ലൻഡ് ചെയ്യുന്ന ഒരു വൈബ് അല്ല, കുറച്ച് തോനെ കാലമായിട്ടുണ്ടാവും. കാരണം എനിക്കറിയില്ല. കാരണം ഞാൻ ഞാൻ നല്ല വൃത്തിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങാൻ വിചാരിച്ചപ്പോ ഈ വ്യക്തി പറയാ അല്ല നമ്മള് രാവിലെ പല്ല് വെച്ച് ഇറങ്ങാന്നാ പറഞ്ഞു. ഇവരൊക്കെ മാറ്റാൻ എത്ര ടൈം എടുക്കും അറിയാം. അപ്പൊ ഐഡിയപരമായിട്ട് ഞാൻ പറഞ്ഞതാണ് ഇത്. പിന്നെ അതേപോലെ തന്നെ രാവിലെ നമ്മള് കുളിച്ചു വരാന്ന് ഈ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ. കാരണം ഒരുപാട് സ്ഥലമുണ്ട് ഇവിടെ. പക്ഷെ എന്താ പലതും ലോക്കലീകരിച്ചോ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ലേ? മതിയല്ലോ. ഫ്ലാറ്റിലെത്തിട്ടോ. യെസ്
അങ്ങനെ നമ്മളിതാ മീനൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ണിച്ചേട്ടൻ വരണം, വന്നിട്ട് വേണം കുക്ക് ചെയ്യാന്. ഇതൊരു വീഡിയോക്കുള്ള കണ്ടന്റ് ആയിട്ടുണ്ടല്ലേ? അതെ. ഈ കുക്കിംഗ്, നമ്മൾ ഹൗസ് വാമിംഗ് വരുന്നുണ്ട്, ഹോം ടൂർ വരുന്നുണ്ട്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണേണ്ട നമ്മുടെ ഫ്ലാറ്റൊക്കെ നമുക്ക് ഇവിടെ കുറെ പണികളുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണാം. അതുവരെയ്ക്കും ബൈ.